താങ്ക് യു എന്താണ് പറയാനുള്ളത് ഈ നിമിഷം? സന്തോഷം. ഞാൻ എറണാകുളത്ത് ചുമ്മാ എന്തായാലും ബർത്ത്ഡേ അല്ല ചെക്കൻ്റെ, അപ്പൊ ഒന്ന് വിഷ് ചെയ്തിട്ട് പോകാന്ന് വെച്ചിട്ട് വന്നതാണ്. കയ്യിൽ പൊള്ളും, കടുതീയാണ്. അവൻ അങ്ങനെ റൊമാൻറ്റിക് ആയിട്ടുള്ള ആളായതുകൊണ്ട് പുള്ളില്ല. അവൻ തീയുടെ അത്യാവശ്യം തീയൊക്കെ അവിടെ കാണിച്ചിട്ടുണ്ട്, അതൊക്കെ പോരാ. ബർത്ത്ഡേ എന്താ പറയാനുള്ള? ബർത്ത്ഡേ ആയിട്ട് ഹാപ്പി ബർത്ത്ഡേ. മറ്റത് രക്ഷപ്പെട്ടാലും അങ്ങോട്ട് കേറാതെ വിടില്ല. ഇല്ല, പക്ഷെ ഞങ്ങളായിരുന്നു, പക്ഷെ കുഴപ്പമില്ല. എല്ലാ ഇതായത് ഒരു ഗെയിം ആണെന്നുള്ളതാണ് ബേസിക് ആയിട്ട്. അത് കഴിഞ്ഞാൽ അവിടെ കഴിഞ്ഞു, അതിൽ പ്രത്യേകിച്ച് വിഷമിച്ചിട്ടൊന്നും കാര്യമൊന്നും. ഞങ്ങള് ഫസ്റ്റ് വീക്കില് കാര്യം പറഞ്ഞു, ഞാനും കൂടെ പുറത്തിറങ്ങി. ഞാൻ അതുകൊണ്ട് കൂടിയാണ് ഇപ്പൊ ഓടി വന്നത് സത്യം പറഞ്ഞിട്ട്. ഫസ്റ്റ് വീക്കില് നിങ്ങൾക്ക് ഓർമ്മ അറിയില്ല, ഫസ്റ്റ് വീക്കിലല്ല, ഫസ്റ്റ് അല്ല, ഏകദേശം ഒരു 2-3 ആഴ്ച ആയ സമയത്ത് ഒരു അടിയൊക്കെ കഴിഞ്ഞ ഞാനും ഗബ്രിയൊക്കെ ആയിട്ട് ഒരു ചെറിയ വാക്ക് തർക്കം. ആ വാക്ക് തർക്കം കഴിഞ്ഞിട്ട് ഇവൻ നേരെ കിച്ചൺ ഏരിയ വന്നിട്ട് ഒരു കാര്യം പറഞ്ഞു. എടാ ഒരു കാര്യം ചെയ്യാം, പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ അടിയൊന്നും വേണ്ട, അതായത് ഗെയിം ഇവിടെ കഴിയുമ്പോഴത്തേക്കും പക്ക ഫ്രണ്ട്സ് ആയിരിക്കും. ഇവിടെ എന്തും ഗെയിമായിട്ട് എടുക്കും എന്നുള്ള കാര്യത്തിൽ എനിക്കും അറിയാം, ഇവനും അറിയാം. അതുകൊണ്ട് നമ്മൾ അവിടെ ചെയ്തൊക്കെ പക്ക ഗെയിമാണ്. ഇവിടെ നിൽക്കുന്ന എല്ലാവരും, ഇപ്പൊ സായി ആയാലും ഇവനായാലും ഞാനായാലും നന്ദൂട്ടനായാലും നമ്മുടെ പോയി നിഷാനായാലും പക്ക നമ്മൾ അവിടുത്തെ കാര്യങ്ങളെല്ലാം അവിടുന്ന് കഴിഞ്ഞു. പിന്നെ ഇപ്പൊ നമ്മളെല്ലാം പൊളിയാണ്, അടിച്ച് പൊളിക്കും. ഇത്രേ ഉള്ളൂ. എങ്ങനെയുണ്ട് ഗെയിമൊക്കെ? എങ്ങനെയുണ്ട്? നന്നായിട്ട് പോകണം, കുഴപ്പമൊന്നുമില്ലല്ലോ. എനിക്ക് പേഴ്സണലി എല്ലാവരുടെ ഗെയിമിനോടും പ്രത്യേകിച്ച് ഒരു പ്രശ്നമില്ലാത്ത ഒരാളാണ് ഞാൻ. എന്റെ ഗെയിം എനിക്ക് ഇഷ്ടമാണ്. വളരെ നല്ല അഭിപ്രായം. അതിൽ നിന്ന് 1 ലക്ഷം എനിക്ക് തരുമെന്നുള്ളതാണ് എനിക്ക്. ഞാൻ 3 ലക്ഷം ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ടാക്സ് അതിന്നും കട്ടാവോ? എല്ലാത്തിനും കട്ടാവും. സോറി ഗൈസ്, ഞാൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അത് എന്റെ ബാങ്കിൽ തന്നെ എനിക്ക് തന്നെ ഞാൻ സഹായിച്ചു. തിരിച്ചു പോവാണ് എല്ലാരും ഒരുമിച്ച് ഒരിക്കൽ കൂടി ബിഗ് ബോസിനകത്ത്. അപ്പൊ ആ ഒരു ഫീൽ വളരെ നല്ല ഫീലിംഗ്. അതായത് എല്ലാവരും കൂടി ഒരുമിക്കണ ഒരു അവസരമാകുമ്പോ നമുക്ക് ആ ഫസ്റ്റ് ഡേയുടെ ഒരു മെമ്മറിയിലേക്ക് തിരിച്ചു പോവാം. അപ്പൊ ഒരു ഫ്രഷ് പരിപാടി, ഹാപ്പിയാണ്. ഒരുപാട് നാള് മിസ് ചെയ്ത ജാസ്മിനൊക്കെ കാണാൻ പറ്റില്ല. അതെ അതെ, തീർച്ചയായിട്ടും. അത് അവിടെ കാണാം, ചെന്നൈൻ്റെ ഒക്കെ അവിടെ കാണാം. ഇന്നത്തെ എപ്പിസോഡ് കണ്ടായിരുന്നോ? ഇന്നലത്തെ എപ്പിസോഡ് കണ്ടിട്ടില്ല. ഇന്നലെ എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ കല്യാണമായിരുന്നു, അപ്പൊ അതിന്റെ ഓട്ടത്തിലായിരുന്നു എപ്പിസോഡ് കണ്ടിട്ടുള്ളത്. ഞാൻ കണ്ടു, അത് കണ്ടായിരുന്നു. അല്ല, ഓരോരുത്തരും അവരെ ആളുകളെ മിസ് ചെയ്യുന്ന സമയത്ത് അതിനെ കൺസീവ് ചെയ്യുന്ന രീതി പലതായിരിക്കും. അപ്പോൾ ഇതിപ്പോ ഞാൻ ചിലപ്പോൾ നമ്മൾ ക്ലാസ്സിൽ പോണ സമയത്ത് എല്ലാവരും പുസ്തകത്തിൽ എഴുതി മേടിക്കണത് റൊമാൻറ്റിക് ആയിട്ടൊന്നും അല്ലല്ലോ. അതായത് അവർക്ക് ഓരോരുത്തർക്ക് തോന്നുന്ന രീതിയിൽ അവരുടെ ഒരു ഫീലിംഗ് എക്സ്പ്രസ് ചെയ്യും, മിസ്സിങ് ചെയ്യുന്ന. പ്രത്യേകിച്ച് ഇതിന്റെ അകത്തുനിന്ന് ഇറങ്ങി വന്നവർക്ക് അറിയാം അതിന്റെ അകത്തുള്ള ഒരു മെന്റൽ പ്രഷർ എന്താണ്, കൂടെ ഉള്ള ഒരാളില്ലാത്തപ്പോൾ ഒരു ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത്. അപ്പൊ അതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. അതൊക്കെ അകലം കാണിക്കോ ജാസ്മിനോട്? അത് ഞാൻ അകത്ത് കയറിയിട്ട് പറഞ്ഞുതരാം. അതെ, ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ജാസ്മിൻ കപ്പ് കിട്ടണം തന്നെയാണ്. അതെന്താന്ന് വെച്ചാൽ വൺ ഓഫ് ദ മോസ്റ്റ് ഡിസേർവിംഗ് പ്ലെയർ ആണ് ജാസ്മിൻ. വൺ ഓഫ് ദ മോസ്റ്റ് ഡിസേർവിംഗ് ആണെന്ന് ആരും അല്ലാന്ന് ആരും പറയില്ല. എന്റെ അഭിപ്രായത്തിൽ ആരും പറയില്ല. എന്താ, എല്ലാവരും കണ്ടന്റ് കൊടുക്കുന്നുണ്ട്, ജാസ്മിനും കണ്ടന്റ് കൊടുക്കുന്നുണ്ട്. കൊടുക്കട്ടെ, നല്ല കാര്യം. അപ്പൊ മതി, ഓക്കെ. പെങ്ങളൂരിനെ പറ്റി 2 വാക്ക് പറഞ്ഞു. ശരി, താങ്ക് യു, നൈസ് ടു മീറ്റ് യു. ഒരു മിനിറ്റ്, ഇനി ഒരു പേഴ്സണൽ കാര്യം.